നമസ്കാരം. പ്രധാന വാർത്തകൾ. മഞ്ഞുമൽ ബോയ്സ് കേസ് നിർമ്മാതാക്കളുടെ അറസ്റ്റ് തടഞ്ഞു. മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കളുമായി ബന്ധപ്പെട്ട കേസിൽ സൗബിൻ ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. ഇവരെ ഈ മാസം 22 വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. 22-ന് കേസ് വീണ്ടും പരിഗണിക്കും. ഇരുവരും സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് അറസ്റ്റ് തടഞ്ഞുള്ള കോടതി ഉത്തരവ്. ആലപ്പുഴ അരൂർ സ്വദേശി സിറാജിന്റെ പരാതിയിലാണ് നടപടി. ചിത്രത്തിന്റെ ലാഭവിഹിതവും മുടക്കുമുതലും നൽകാതെ പറവ ഫിലിംസുമായി ബന്ധപ്പെട്ടവർ വഞ്ചിച്ചു എന്നായിരുന്നു പരാതി. ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന തുടങ്ങിയ കുറ്റങ്ങളിലായി IPC 120B, 406, 420, 468, 34 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. നവജാത ശിശുവിന്റെ കൊലപാതകം. അമ്മയുടെ ആരോഗ്യനില മോശമായി തുടരുന്നു. പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ അമ്മയുടെ നില മോശമായി തുടരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് യുവതി. ആന്തരാവയവങ്ങളിലടക്കം അണുബാധ ഉണ്ടെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ ഡോക്ടറുടെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പോലീസിന്റെ നീക്കം. നവകേരള ബസ് സർവീസ് ആരംഭിച്ചു. ആദ്യ യാത്രയിൽ തന്നെ ബസിന്റെ വാതിൽ കേടായി. സംസ്ഥാന സർക്കാർ നവകേരള യാത്രയ്ക്ക് ഉപയോഗിച്ച നവകേരള ബസ് പൊതുജനങ്ങൾക്കായുള്ള ആദ്യത്തെ സർവീസ് ആരംഭിച്ചു. കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്കുള്ള ഗരുഡ പ്രീമിയം സർവീസ് 4:30-യോടെയാണ് ആരംഭിച്ചത്. ആദ്യ സർവീസിൽ തന്നെ ഹൗസ്ഫുള്ളായാണ് ബസിന്റെ യാത്ര. എന്നാൽ ആദ്യ യാത്രയിൽ തന്നെ ഗരുഡ പ്രീമിയം ബസിന്റെ വാതിൽ കേടായി. ബസിന്റെ ഡോർ ഇടയ്ക്കിടെ തനിയെ തുറന്നു പോവുകയായിരുന്നു. തുടർന്ന് യാത്രക്കാരുടെ നേതൃത്വത്തിൽ ബാഗിന്റെ വള്ളി ഉപയോഗിച്ച് വാതിൽ കെട്ടിവെച്ച് യാത്ര തുടരുകയായിരുന്നു. കാശ്മീർ ഭീകരാക്രമണം. ഒരു സൈനികന് വീരമൃത്യു. ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ വ്യോമസേന വാഹനങ്ങൾക്ക് നേരെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു സൈനികന് വീരമൃത്യു. ഗുരുതര നിലയിലായിരുന്ന സൈനികനാണ് കൊല്ലപ്പെട്ടത്. 5 സൈനികർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. ഒരാളുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റ മറ്റു 3 പേരുടെ നില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. സൈനികർ വ്യോമത്താവളത്തിലേക്ക് പോകുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്. കൂടുതൽ സൈനികർ മേഖലയിലെത്തി ഭീകരരെ കണ്ടെത്താൻ തിരച്ചിൽ ആരംഭിച്ചു. ഭീകരാക്രമണത്തിന് പിന്നാലെ മേഖലയിൽ അതീവ ജാഗ്രത ഏർപ്പെടുത്തി. വൈദ്യുതി മുടങ്ങി. പുന്നപ്ര KCB ഓഫീസ് നാട്ടുകാർ ഉപരോധിച്ചു. പുന്നപ്ര തീരദേശത്ത് മണിക്കൂറുകളോളം വൈദ്യുതി നിലച്ചതിനെ തുടർന്ന് KCB ഓഫീസ് നാട്ടുകാർ ഉപരോധിച്ചു. ഇന്നലെ രാത്രി 1 മണിക്ക് പുന്നപ്ര ഇലക്ട്രിസിറ്റി ഓഫീസിന് മുന്നിൽ KF തോബിയാസിന്റെ നേതൃത്വത്തിൽ 50ഓളം പ്രദേശവാസികളാണ് ഉപരോധ സമരം നടത്തിയത്. കൊടും ചൂടിൽ മണിക്കൂറുകളോളം വൈദ്യുതി നിലച്ചിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിനെ തുടർന്നായിരുന്നു ഉപരോധം നടത്തിയത്.